الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله أكبر عدد ما هتف الحجيج بالتلبيات. الله أكبر ما أنزلت الرحمة في نفحات العيد ومواسم الطاعات. الله أكبر عدد ما سعت القلوب إلى ربها. الله أكبر ما تجردت في حضرة العظمة في زخرفها. نحمده سبحانه ذا الفضل والامتنان، وسط للناس من أيامه مواسم، وأفاض عليهم من فيضه نسائم، وجعل العيد مظهرا من مظاهر التآلف والتراهم. وأشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أنار الله به الدروب وأحيا به القلوب. صلى الله وسلم وبارك عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദുൽ അദ്ഹ ആശംസകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ ഈ സുന്ദരങ്ങളായ അതിമഹത്തരമായ ഈ ദിവസങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ഏറ്റവും നല്ല ഇബാദുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ദിക്റുകളും, എല്ലാ തക്ബീറുകളും, തഹ്ലീലുകളും, തഹ്മീദുകളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇതുപോലത്തെ ഒരു യൗമുൻ നഹറിൽ, ദുൽഹിജ്ജ 10-ാമത്തെ ദിവസം സ്വഹാബത്തിനെ അഭിമുഖീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഖുത്ബകളെ വർഷാവർഷവും അതിൽ ഓരോരോ വാചകങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രവാചകാനുചരൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ നഹർ. യൗമൻ നഹറിൽ അഥവാ ദുൽഹിജ്ജ 10-ൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഒരു ഖുത്ബ പറഞ്ഞു. ആ ഖുത്ബയുടെ തുടക്കത്തിൽ വന്ന ചില വാചകങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ തടിച്ചുകൂടിയ 1,00,000-ഓളം വരുന്ന സ്വഹാബത്തിന്റെ മനസ്സിൽ വല്ലാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്ങിക്കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞു, അതദറൂന അയ്യ യൗമിൻ ഹാദാ, നിങ്ങൾക്കറിയുമോ ഈ ദിവസം ഏതാണ്? ആർക്കും അറിയാഞ്ഞിട്ടല്ല, അവർക്ക് അപരിചിതമായിട്ടല്ല. യൗമുൻ നഹർ എന്നത് അറഫ ദുൽഹിജ്ജ മാസത്തിലെ 10-ാമത്തെ ദിവസമാണെന്ന് അവർക്ക് തിരിച്ചറിയാഞ്ഞിട്ടല്ല, നബിക്ക് അത് അറിയാഞ്ഞിട്ടുമല്ല അവരോട് ചോദിച്ചതും. നബി തങ്ങൾ ചോദിച്ചു, ഈ ദിവസം ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചോദ്യം ചോദിച്ചപ്പോ സ്വഹാബത്ത് ഒന്നും പറഞ്ഞില്ല. ഫസഖത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്പനേരം നിശബ്ദനായി. സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അള്ളാഹിന്റെ റസൂലിനും അറിയാം ഏറ്റവും നന്നായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി യൗമുൻ നഹറിന് മറ്റെന്തെങ്കിലും പേര് വിളിച്ചിട്ടുണ്ടാകുമോ, ഇനി വിളിക്കുമോ എന്നുള്ള ആ ഒരു ഭയത്തിൽ അവര് അറിയില്ല, അള്ളാഹുവിന് റസൂലിനെ അറിയോ എന്ന് പറഞ്ഞു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു, യൗമുൻ നഹർ അല്ലേ, ഇന്ന് ദുൽഹിജ്ജ 10 അല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ നബി ആ നാടിന്റെ ഹുർമത്തിനെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തി. ഇതേതാ നാട്? നബിക്ക് അറിയാഞ്ഞിട്ട് അല്ല, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവതീർണമാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, കൃത്യമായി അറിയുന്ന റസൂലുള്ളാഹി ചോദിക്കുക, ഇതേതാ നാട്? അള്ളാഹുവിന്റെ പ്രവാചകനെ ജനിച്ചതും നുബുവത്ത് ഇറങ്ങിയതുമായ നാടിനെ, ആ നാടിന്റെ മഹത്വത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിന് അള്ളാഹിന്റെ റസൂലിനെ അറിയാം ഏറ്റവും നന്നായി എന്നാണ്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഇത് മക്കയല്ലേ, പവിത്രമായ നാടല്ലേ. അങ്ങനെ പവിത്രമായ നാടിന്റെയും പവിത്രമായ ദുൽഹജ്ജ് മാസത്തിന്റെയും അതിപരിപാവനമായ യൗമുൻ നഹറിന്റെയും ഫളിലുകളെ അള്ളാഹുവിന്റെ റസൂൽ ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയുസ്സിൽ ഒരുപാട് യൗമുൻ നഹറിൽ അള്ളാഹുവിന്റെ തക്ബീർ വിളയാളങ്ങളുമായി
ഒരുപാട് ഈദ് മുസല്ലകളിൽ വന്നിരിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിനയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ബലിപെരുന്നാളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസങ്ങളാണ്. സന്തോഷത്തിന്റെ ദിവസമെന്ന് പറയുമ്പോൾ അത് കൂട്ടുകാരോടും കുടുംബക്കാരോടും അതുപോലെ തന്നെ സമൂഹത്തോടും ഒപ്പം നിലകൊള്ളുമ്പോഴാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരാൾക്കും അമിതാവേശമോ അത്യാനന്ദമോ കടന്നു വരില്ല. ഒന്ന് കൂടിച്ചേരുമ്പോൾ, പരസ്പരം ഈദ് മുസല്ലകളിൽ ഒന്ന് ഒരുമിച്ച് നമസ്കരിക്കുമ്പോൾ, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വാചകങ്ങൾക്ക് കാതോർക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ നിറയുന്ന ആവേശങ്ങളും ആശ്വാസങ്ങളുമുണ്ട്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തിയത്. നമുക്കറിയാം, ദുൽഹജ്ജ് മാസം ഏറെ ശ്രേഷ്ഠകരമാണ്, പവിത്രമായ മാസമാണ്. ആ ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളും അതിവിശിഷ്ടമാണ്. അള്ളാഹു അതിനെ സംബന്ധിച്ച് വാചാലമായ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് മനഃപ്പാഠവുമാണ്. ആ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ചില പണ്ഡിതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ച് പറയും യൗമു അറഫയാണെന്ന്. അഥവാ അറഫ മൈതാനിയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടി പൊടിയും അതുപോലെ തന്നെ ചൂടും കൊണ്ട് അവരങ്ങ് അള്ളാഹുവിലേക്ക് വിനീതരാകുന്ന നിമിഷം, അത് ഏറ്റവും നല്ല ദിവസമാണത്രേ ഈ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ഏറ്റവും സുന്ദര ദിവസം. എന്നാൽ ചില മുഹദ്ദിസുകൾ വിശദീകരിച്ചത് അറഫയെക്കാളും ശ്രേഷ്ഠം യൗമുൻ നഹറിനാണെന്നാണ്. അഥവാ ബലിപെരുന്നാളിന്റെ ദിവസം. ബലിപെരുന്നാളിന്റെ ദിവസത്തിന്റെ പ്രത്യേകതയെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചു. എന്തുകൊണ്ട് അറഫയേക്കാൾ അത് ശ്രേഷ്ഠമാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു എന്നുള്ള നിലക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അഫ്ദലുൽ അയ്യാം, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ, അത് ബലിപെരുന്നാളിന്റെ ദിവസമാണ്. അത് കഴിഞ്ഞാൽ ആ പിറ്റേന്നത്തെ ദിവസം യൗമുൽ ഖർ, അയ്യാമു തശ്രീഖിന്റെ ആദ്യത്തെ ദിവസമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിന്റെ ഫള് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ തിരിച്ചറിഞ്ഞ് നമുക്ക് അള്ളാഹു നൽകുന്ന ആദരവിനെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം. അപ്പോൾ ഉണ്ടാകുന്ന പെരുന്നാളിന്റെ ഒരു സന്തോഷമുണ്ട്. കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട പെരുന്നാളിന്റെ സന്തോഷം നമുക്കറിയാം. റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു കുടുംബത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തി. ഒരു കൊച്ചു കുടുംബം, ഒരു കുഞ്ഞു കുടുംബം. ആ കുടുംബം ആരംഭിക്കുന്നത് ഇബ്രാഹിം എന്ന പിതാവിൽ നിന്നാണ്. പക്ഷെ ഇബ്രാഹിമിന്റെ യൗവന കാലഘട്ടത്തെ അള്ളാഹു സവിസ്തരം അതിൽ പ്രതിപാദിക്കുന്നത് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോ അത് വിശദമായി, വളരെ വിശാലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പോകുന്നത് കാണാം. ഇബ്രാഹിമിനോടൊപ്പം ചേർന്ന് നിന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മണവാട്ടികളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ വാചാലനായതും പ്രവാചക ഹദീസുകളിലും കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറെ ലാളനയോടെയും ഏറെ വാത്സല്യത്തോടെയും ഏറെ സ്നേഹത്തോടെയും ആർദ്രതയോടെയും പോറ്റി വളർത്തിയ മക്കളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അതൊരു കുടുംബത്തിന്റെ ഏറ്റവും നല്ല സന്തോഷത്തെ സംബന്ധിച്ച് അള്ളാഹു അറിയിക്കുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾ കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ചില ചിന്തകളെയാണ് ഓരോ ബലിപെരുന്നാളും നമ്മളെ എന്നും നമുക്ക് സമ്മാനിക്കുന്നത്. ബലിപെരുന്നാളിന്റെ ദിവസം അള്ളാഹു നമ്മുടെ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്ന വിധം, നമ്മുടെ ഇഷ്ടങ്ങൾക്കിടയിൽ നമ്മൾക്കിടയിലെ ഇഷ്ടങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്ന വിധം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു പോകുന്ന ചില വർത്തമാനങ്ങൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ആശ്വാസം കണ്ടെത്തുന്നവനല്ല, അവൻ ഒന്നിച്ചിരിക്കുന്നവനാണ്. അവനൊരു സാമൂഹിക ജീവിയാണ്. സാമൂഹിക ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തോട് അവൻക്ക് ചില ബാധ്യതകളുണ്ട്, ചില കടമകളുണ്ട്. സമൂഹത്തോട് നിർവഹിക്കേണ്ട ചില നിർബന്ധമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൂടെ റബ്ബ് നമ്മളെ പഠിപ്പിച്ചത്. ഇബ്രാഹിം നബിയുടെ ജീവിതം അത്ര ശ്രേഷ്ഠമായതുകൊണ്ട് തന്നെ, അത്ര സന്തോഷവും സുഖകരവുമായതുകൊണ്ട് തന്നെ, സുഖകരമെന്ന് പറയുമ്പോൾ നൈമിഷികമായ സുഖകരമല്ല, ആനന്ദകരമായ അനന്തകരമായ അനന്തമായ ജീവിതത്തിലെ സുഖലോലുപതയെ സംബന്ധിച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫളിനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് അവകാശം ഉയർത്തിയ ഒരുപാട് ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ്, ഇബ്രാഹിം ഞങ്ങളുടെ കുടുംബമാണ്, ഇബ്രാഹിം ഞങ്ങളുടെ പാരമ്പര്യമാണ് എന്നിങ്ങനെ പെരുമ പറയുന്ന ഒരുപാട് ആളുകളെ, പാരമ്പര്യവാദികളെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാതെ പോയിട്ടില്ല. ജൂതന്മാര് പറഞ്ഞു ഇബ്രാഹിം ജൂതനാണ്. നസ്രാണികൾ പിൽക്കാലത്ത് പറഞ്ഞു
ഇബ്രാഹിം നസ്രാനിയാൻ, ക്രൈസ്തവനാൻ. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നബിയായി കടന്നു വന്നപ്പോഴും നബിയുടെ ചുറ്റുപാടുമുണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിമിന്റെ മില്ലത്തിന് എല്ലാവരും അവകാശവാദം ഉന്നയിച്ചത്? അതത്രക്കു സുന്ദരമാണ്, അതത്രക്കു ശ്രേഷ്ഠകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനെ ആ വിധമാണ് വിശുദ്ധ ഖുർആനിലൂടെ വിശദമായി അതിവിശാലമായി പരിചയപ്പെടുത്തിയത്. എത്ര നാമങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു വിശദീകരിക്കുന്നത്, അല്ലാഹു വിശേഷിപ്പിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം ഖാനിത്താൻ, ഇബ്രാഹിം ഉമ്മത്താൻ, ഇബ്രാഹിം മുനീബാൻ, ഇബ്രാഹിം അവ്വാഹാൻ, ഇബ്രാഹിം ഹലീമാൻ. എന്തിലേറെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എന്റെ ഖലീലാണ് എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല ഇന്നഹു കാന അവ്വാഹുൻ ഹലീം. അല്ലാഹു പറയുന്നു, ഏറെ ദയയുള്ളവൻ, ഏറെ താഴ്മയുള്ളവൻ, സഹനശീലൻ അതായിരുന്നു ഇബ്രാഹിം എന്നാണ്. കാന ഉമ്മത്തൻ ഖാനിതൻ, ഒരു സമൂഹമായിരുന്നു, ഒരു സമുദായമായിരുന്നുവെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നന്മ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ഒരു അധ്യാപകനായിരുന്നു ഇബ്രാഹിം എന്നുള്ള നിലക്ക്. അള്ളാഹുവിലേക്ക് വിനീതനായിരുന്നു, മുസ്ലിമായിരുന്നു, ഹനീഫായിരുന്നു. എത്ര നാമങ്ങളിൽ ഇബ്രാഹിമിനെ അല്ലാഹു പരിചയപ്പെടുത്തി. അത് ഇബ്രാഹിമിന്റെ ഫദ്ലും ഇബ്രാഹിം മില്ലത്തിന്റെ ശ്രേഷ്ഠതയും ലോകം ഉൾക്കൊള്ളാൻ അള്ളാഹു പറഞ്ഞു പോകുന്ന റബ്ബിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അതിന്റെ ആഴവും അതിന്റെ പരപ്പും ഓരോ ബലിപെരുന്നാളിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. ബലിപെരുന്നാളിൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ചില ദുആകളെ പരിചയപ്പെടുത്തിയത്. എല്ലാ രാവിലും സത്യവിശ്വാസികൾ പറയണമെന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. നബി തങ്ങളുടെ ജീവിതത്തിലെ ചില പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളെ സഹാബത്ത് ഇങ്ങനെ എടുത്തുദ്ധരിക്കുന്നത് കാണാം. നബിയുടെ രാവിലെയും വൈകുന്നേരങ്ങളിലെയും പ്രാർത്ഥനകൾ, അതൊരു പ്രാർത്ഥന സവിശേഷമാണ്. എല്ലാ ദിവസവും ഇബ്രാഹിമിനെ ഓർക്കാനുള്ളതാണ്. അതൊരു ബലിപെരുന്നാളിന്റെ ദിവസമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇദാ അസ്ബഹ്, നേരം പുലർന്നാൽ, പ്രഭാതത്തിന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ മേലിങ്ങനെ വന്നിങ്ങനെ ഭവിക്കുമ്പോ നമ്മൾ പറയണം, അല്ലാഹുമ്മ അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ഞാൻ ഇന്ന് നേരം പുലർന്നത്. എത്ര നല്ല ശുദ്ധ പ്രകൃതി! ഏറ്റവും നല്ല മുസ്ലിമിന് അല്ലാഹു സമ്മാനിച്ച അല്ലാഹുവിന്റെ പ്രകൃതി, ഫിത്രത്ത് അല്ലാഹ്. ആ അല്ലാഹുവിന്റെ പ്രകൃതിയിൽ ഒരു മുസ്ലിമായി നേരം പുലർന്നവനാണ്. അലാ കലിമത്തുൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ നെഞ്ചേറ്റി നേരം പുലർന്നവൻ. ഒരു വിശ്വാസിയുടെ മനസ്സിൽ അത് എപ്പോഴുണ്ടാവാനാണ് അതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാറുണ്ടായിരുന്നു, വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ദുആ പഠിപ്പിച്ചപ്പോ നബിയുടെ പേരും നബി പൂർത്തീകരിച്ച ദീനിനെയും അവിടെ ഓർമ്മിപ്പിച്ചു. വിശ്വാസികൾ മരണം വരെ അത് നെഞ്ചിൽ ഇങ്ങനെ കുറിച്ചിടാൻ. اللهم أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما ലം യകും മിനൽ മുശ്രിക്കീൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അതായിരുന്നു എല്ലാ പ്രഭാതങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പുകളിൽ നിന്ന് നടന്നു വീണത്. അതായിരുന്നു എല്ലാ സായാഹ്നങ്ങളിലും അല്ലാഹുമ്മ ബിക അംസൈനാ എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ അംസൈനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം എന്നിങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് നടന്നു വീഴുന്ന പ്രവാചകന്റെ ദിക്റുകൾ എന്ന് പറയുമ്പോൾ, ദുആകൾ എന്ന് പറയുമ്പോൾ, ഒരു സത്യവിശ്വാസി ഇതിനെ ഉൾക്കൊള്ളാൻ, അതിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അത്രമാത്രം അതിനെ വിശദീകരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് അത് അവിതർക്കിതമാണ്, ഏറെ ശ്രേഷ്ഠമാണ്, ഏറെ മഹത്തരമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകുന്ന ആദരവ് അത് മറ്റുള്ളവരെ വല്ലാതെ അസൂയപ്പെടുത്തുന്നതാണ്. ജൂതൻ പറഞ്ഞു ഇബ്രാഹിം ഞങ്ങളുടെ ജൂതനാണ്, പക്ഷേ അള്ളാഹ് മറുപടി കൊടുത്തു, മകാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്റാനിയ. ഇബ്രാഹിം ഒരിക്കലും ജൂതനല്ല, ഇബ്രാഹിം നസ്റാനിയുമല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഋജുമാനസനായ വക്രതയില്ലാത്ത വിശ്വാസം പേറിയ അള്ളാഹുവിന്റെ ദാസനാണെന്നാണ്. മാകാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി ഒരിക്കലും മുശ്രിക്കീങ്ങളിലും പെട്ടവനല്ല. അഥവാ മക്കക്കാർക്ക് അവിടെ മറുപടിയാണ്. മക്കക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട, മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല. അവര് പാരമ്പര്യം പറയുന്നു, ഞങ്ങൾ ഇസ്മായിലിന്റെ മക്കളാണ്, ഇസ്മായിലിന്റെ പാരമ്പര്യം പേറുന്നവരാണ്. ജൂതന്മാര് പറഞ്ഞു ഇസ്ഹാഖിന്റെയും യാക്കൂബിന്റെയും പാരമ്പര്യം പേറുന്നവരാ, മൂസയുടെ പാരമ്പര്യം പേറുന്നവരാ. അതുപോലെ തന്നെ നസ്രാണികൾ പറഞ്ഞു ഞങ്ങൾ ഈശയുടെ പാരമ്പര്യം പേറുന്നവരാണെങ്കിൽ ഇസ്ഹാഖിന്റെ പാരമ്പര്യത്തിൽ ഉടമകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹ് പറഞ്ഞു ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം ലല്ലദീന തബഉ,
ഇബ്രാഹിം നബിയെ പിൻപറ്റിയവരാണ് ഇബ്രാഹിമിന്റെ മില്ലത്തിന് അവകാശികൾ എന്നാൽ ഇബ്രാഹിമിന്റെ മില്ലത്തിന് പിൻപറ്റിയവർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്തുടർന്നവർ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു വഹാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ ഈ നബിയുമാണ്. വിശുദ്ധ ഖുർആന്റെ വാചകങ്ങളുടെ ഓരോരോ വരികളെയും ഇഴകീറി പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മുടെ ചിന്തകളിലേക്ക് കയറ്റിവിടണം. അള്ളാഹു പറയുന്നു ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബി, ഈ നബിയും ഈ നബിയെ പിൻപറ്റുന്നവരുമാണ് മുഅ്മിനീങ്ങളുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. നമ്മളൊക്കെ പറയും ഇബ്രാഹിം മില്ലത്തിന്റെ അനുയായികളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എല്ലാ ക്വാളിറ്റികളെയും ഞാൻ നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥകൾ എന്താണ്? ഇസ്ലാമാണെന്ന് പറയുന്നവർ, മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവർ, ജൂതൻ ഇബ്രാഹിം ഞങ്ങളാളാണെന്ന് പറയുന്നത് പോലെ ഇസ്ലാമിയത്തൊന്നുമില്ലാത്തവൻ പറയുന്നു ഞങ്ങൾ ഇബ്രാഹിമിന്റെ അനുയായികളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഏറ്റവും നല്ല ഇബ്രാഹിം മില്ലത്തിന്റെ അനുയായികൾ ഇബ്രാഹിമിനെ പിൻപറ്റിയവരാണ്, ആ മില്ലത്തിനെ മുറുകെ പിടിച്ചവരാണ്. എന്താണ് ആ മില്ലത്ത്? അതിനെ വളരെ കൃത്യമായി സവിസ്തരം അള്ളാഹു പരിചയപ്പെടുത്തി. വളരെ ഹ്രസ്വമായി പറഞ്ഞാൽ ആദർശ വിശുദ്ധിയെ കൈവരിച്ചവർ, സ്വഭാവ വിശുദ്ധിയെ കൈവരിച്ചവർ, അള്ളാഹുവിൽ എല്ലാ കാര്യത്തെയും വരവേൽപ്പിക്കാനുള്ള മനസ്സിനെ നേടിയെടുത്തവർ, അതാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക പിൻപറ്റുന്നവർ, ആ ഒരു മാതൃകയെ മുറുകെ പിടിക്കുന്നവർ. മുസ്ലിം സമൂഹം ഇനി ഏറ്റവും കൂടുതൽ രാവും പകലും പ്രഖ്യാപിക്കണം. മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ പറയും, ഒരു കുട്ടിയോട് ചോദിക്കും നിനക്കെന്താ വലുതായാൽ നിനക്കെന്താവണം? എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ, ഡോക്ടർ എന്ന് പറയുമ്പോൾ, ഈ ലോകത്തെ ഏറ്റവും വലിയ വിദ്യാസമ്പത്തിനെ അവൻ കരഗതമാക്കാനുള്ള ലക്ഷ്യങ്ങൾ അവൻ പറയുമ്പോൾ ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയാറുണ്ട്, നീ നിന്റെ കിടപ്പുമുറിയിൽ നീ അതിനെങ്ങനെ എഴുതി വെക്കണം, നേരം പുലരുമ്പോൾ നീ അതിനെങ്ങനെ തുറന്നു നോക്കണം, നിന്റെ മനസ്സിന് അതൊരു ഊർജ്ജമാണ്, നിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള അന്നമാണ്. എന്നാൽ അതുപോലത്തെ ഒരു അന്നത്തെയാണ്, അതുപോലത്തെ ഒരു ലക്ഷ്യത്തെയാണ് നെഞ്ചിൽ കുറിച്ചു വെക്കാൻ രാവും പ്രഭാതവും, രാവിലും പ്രഭാതങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മിച്ചു വെക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഈ ഒരു വാചകത്തെ ഇങ്ങനെ രാവും പകലും ഉരുവിടുമ്പോ അവർക്ക് തോന്നണം, ഞാൻ അള്ളാഹുവിന് എത്രമാത്രം കീഴ്പ്പെടണം. എന്റെ വേഷം, എന്റെ സംസാരം, എന്റെ നോക്ക്, അതുപോലെ തന്നെ എന്റെ വാക്ക്, എന്റെ ജീവിതത്തിലെ എല്ലാ ചലനങ്ങളും അത് അള്ളാന്റെ ഇഷ്ടത്തിനാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ എന്റെ തീരുമാനം ഒന്നിനും വലുതല്ല, എന്റെ ബൗദ്ധികമായ ചിന്തകൾ എനിക്കൊന്നിനും തടസ്സമല്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിനും അവന്റെ ഉദ്ദേശത്തിനും അനുസരിച്ച് എന്റെ ജീവിതത്തെ പാകപ്പെടുത്തണം. എന്നാൽ ലോക മുസ്ലിമീങ്ങൾ എടുത്തു നോക്കൂ, എത്ര മുസ്ലിമീങ്ങളെ ലോകത്ത് കാണാം സ്വന്തം ഇച്ഛകൾക്കും സ്വന്തം ഇംഗിതങ്ങൾക്കും സ്വന്തം ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ ജീവിതം ഇങ്ങനെ ചുരുക്കിക്കൊണ്ടുപോകുന്നത് കാണാം. ലിബറലിസം ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്തിനെ കവർന്നെടുക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ നെഞ്ചിൽ കുറിച്ചു വെക്കണം, ഞാനൊരു ഇബ്രാഹിമി മില്ലത്തിനെ നെഞ്ചേറ്റുന്നവനാണെന്ന്. അതിനിങ്ങനെ പറഞ്ഞു അവൻ അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അത് ആദ്യം എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു ഊർജ്ജമാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഹനീഫാണെന്ന് പറയുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും, ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളിലും അല്ലാഹ് എന്നുള്ള വിളികളിൽ മാത്രമായിരിക്കണം അവന്റെ ജീവിതത്തെ അവൻ എപ്പോഴും ഊട്ടിയുറപ്പിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിനോട് ഏറെ കടപ്പെട്ടവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ റബ്ബിനോടാണ്, എന്റെ റബ്ബിനോടുള്ള പ്രാർത്ഥനകളിൽ ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനാവുകയില്ല, ഞാൻ ഒരിക്കലും അവിടെ പരാജയപ്പെടുകയില്ല. എന്റെ റബ്ബ് എനിക്ക് എപ്പോഴും താങ്ങും തണലും തുണയും സഹായവുമായി എന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെ വിശദമായ ചരിത്രങ്ങളിൽ അല്ലാഹ് പറഞ്ഞു പോകുന്നു. തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട, തനേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ലഭിച്ച പൊന്നോമനയെ പോലും അള്ളാഹുവിന്റെ ഇംഗിതത്തിന്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാൻ ആ മകനെ വളർത്താനും ആ മകൻ അള്ളാഹുവിലേക്ക് ബലിയർപ്പിക്കാനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ത്യാഗസന്നദ്ധ പ്രകടിപ്പിച്ചത്. എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സന്നദ്ധത കടന്നു വരണം. തൊഴിലിനു വേണ്ടി പലതിനെയും ബലിയാടാക്കുന്നവരാണ് നമ്മൾ. ഒരു നല്ല സമ്പത്ത് നേടിയെടുക്കാൻ നമ്മൾ പലതും ചെലവഴിക്കും, പലതും ത്യജിക്കും. നമ്മളെ തന്നെ അതിനുവേണ്ടി പരമാവധി എന്ത് പരിശ്രമങ്ങൾക്കും നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സുകളെയും ബലിയാടാക്കും, ബലിമൃഗങ്ങളാക്കും. അതിന് ബലി നൽകാൻ റെഡിയാണ്. കുടുംബത്തിന് വേണ്ടി ബലി നൽകുന്നവരാ പ്രവാസികൾ.
അല്ലെ? എത്ര കാലം ഈ ചൂടും ഈ വെയിലും ഇവിടെയുള്ള തണുപ്പും കൊണ്ട് പൊന്നോമന മക്കളെ കാണാതെ വിദേശങ്ങളിൽ പണിയെടുക്കുന്നവരാ, കുടുംബത്തിന് ബലി നൽകുന്നവരാ, സ്വന്തം ജീവിതത്തെ ബലി നൽകുന്നവർ. ഒരു വലിയ സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാൻ, ദുനിയാവിൽ വലിയ ജോലി നേടിയെടുക്കാൻ, ദുനിയാവിൽ വലിയ പദവി നേടിയെടുക്കാൻ എല്ലാം കൊടുക്കാൻ റെഡിയാണ്. നമ്മൾ മക്കളെ ചില സ്റ്റാറ്റസുകൾ ഇങ്ങനെ എഴുതി വിടാറുണ്ട്. എന്റെ ഉപ്പ കൊണ്ട തണലിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്ന ഇന്നത്തെ എന്റെ തണുപ്പെന്ന് പറയുമ്പോൾ ആ ഉപ്പ ആ മകന് വേണ്ടി ബലി നൽകിയതാണ് ആ ജീവിതമെന്ന് മക്കൾ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ ദീനിന് എന്തിനെയാണ് സമർപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ വിശ്വാസത്തിന് എന്താണ് നമ്മൾ ബലി നൽകിയിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അത്രമാത്രം കീഴ്പ്പെടേണ്ടവനാണ് ഒരു മുസ്ലിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. പക്ഷേ കാനേശുമഹരി മുസ്ലിമീങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, 100 ഒട്ടകങ്ങളിൽ ഒന്ന് മാത്രമാണ് യാത്രക്ക് ഉപകരിക്കപ്പെടുക. ആ യാത്രക്ക് ഉപകരിക്കപ്പെടുന്നത് ഒന്ന് മാത്രമാണെന്ന് പറയുമ്പോൾ ബാക്കി 99 ക്വാളിറ്റി ഇല്ലാത്തതാണ്, ഉപകാരമില്ലാത്തതാണ്. ആ ഒരു ഭൂരിപക്ഷത്തിലല്ല ഒരു സത്യവിശ്വാസി കടന്നു വരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ ന്യൂനപക്ഷങ്ങളിലാണ്. ആ ന്യൂനപക്ഷങ്ങൾ അവരുടെ ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും, ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹനീഫ്, അള്ളാഹുവിലേക്ക് ഋജുവായി വേറെ എന്തെങ്കിലും കുറുക്കു വഴികളിൽ പോയവനല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മറ്റു മാർഗങ്ങളെ സ്വീകരിച്ചവനല്ല. ഹനീഫിയായ, അതോ വക്രതയില്ലാത്ത, ചെരിവില്ലാത്ത, വളവില്ലാത്ത നേരെയുള്ള റൂട്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹ് എന്നുള്ള നേരെ റൂട്ട്. അവിടെ വേറൊരു ഇടയാളനില്ല, അവിടെ വേറൊരു നൂലില്ല, അവിടെ വേറൊരു ഏലസില്ല, അവിടെ വേറെ ചില മന്ത്രങ്ങളില്ല, അള്ളാഹു പരിചയപ്പെടുത്തിയതല്ലാതെ. അവിടെ വേറെ വരവേൽപ്പിക്കലില്ല. എല്ലാം അള്ളാഹുവിലാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. പല പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോ, പല ലക്ഷ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോ അതെല്ലാം ഞാൻ അള്ളാഹുവിൽ അർപ്പിക്കുന്നുവെന്ന ഋജുവായ ആ ഒരു ഋജുമാനസനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്നാണ്. അവനാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയെ പിൻപറ്റുന്നവൻ, അവനാണ് അള്ളാഹുവിന്റെ കൽപ്പനയെ മാനിക്കുന്നവൻ, ബഹുമാനിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ ഓരോ വർഷവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതായിരിക്കണം നമ്മുടെ ചിന്തകൾ. നമ്മൾ ആലോചിക്കുക, ഏറ്റവും നല്ല ദിവസത്തിലാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അള്ളാഹു പരിചയപ്പെടുത്തിയ ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസത്തിന്റെ 10ാമത്തെ ദിവസം നമുക്ക് ചെയ്യാൻ ഒരുപാട് നന്മകളുണ്ട്. പെരുന്നാളിന്റെ ഒരുപാട് നല്ല പുണ്യങ്ങളുണ്ട്. അതിനെ മുഴുവൻ വാരിക്കൂട്ടണം, അതിനെ മുഴുവൻ നേടിയെടുക്കണം. കാരണം അത് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനം പോലല്ല. നമ്മളിത് നമസ്കരിച്ചത് ഏറെ ശ്രേഷ്ഠകരമാണ്, അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിന് അത്ര പ്രിയമാണ്, അത്രമാത്രം ഇഷ്ടമാണ് ഈ ദിവസങ്ങളിൽ അമൽ. ഈ ദിവസങ്ങളിൽ നമ്മൾ പുതുവസ്ത്രം അണിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഇബാദത്താണ്. തക്ബീറുകൾ മുഴക്കിയത് ഇബാദത്താണ്. ഈ ദിവസങ്ങളിൽ അതിസുന്ദരമായ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തി. ഈദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കാനുള്ള ദിവസമാണ്, ഭക്ഷിക്കാനുള്ള ദിവസമാണ്, കുടിക്കാനുള്ള ദിവസമാണ് എന്ന് പറയുമ്പോൾ സദാസമയങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ നാവിൻ തുമ്പുകളിൽ നടന്നു വീഴട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ അയ്യാമു തശ്രീഖിന്റെ അവസാനങ്ങൾ വരെ നിങ്ങൾ അതിനെ തുടരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിനെ ഓർമ്മിക്കുക, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് നന്ദി ചെയ്യുന്നവരാകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയതും അതാണ്. ശാകിറൻ ലിഅൻഉമിഹി, ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവനായിരുന്നു. എത്ര പരീക്ഷണങ്ങൾ വന്നപ്പോഴും അല്ലാഹ് എന്നുള്ള വിളിയാളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ ജീവിതം ഇബ്രാഹിമിന്റെ കുടുംബവും പരിചയപ്പെട്ടത് അതാണ്. ഹാജർ അലൈഹിസ്സലാം കാപ്പിരി വർഗക്കാരിയായ അടിമപ്പെണ്ണിന്റെ ഓർമ്മകളാണ് ഇന്നത്തെ സഅയും ഇന്നത്തെ സഫാ മർവയിലെ ചിഹ്നങ്ങളായി അള്ളാഹു രേഖപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ത്യാഗസന്നദ്ധ ഉണ്ടായിരുന്നു. ഒരു പുല്ല് പോലും മുളക്കാത്ത, ഒരു പച്ചപ്പില്ലാത്ത മരുഭൂമിയിൽ സ്വന്തം പൊന്നോമനയെയും പ്രിയതമയെയും വിട്ടുപോരുന്ന നിമിഷങ്ങളിൽ റബ്ബ് പറഞ്ഞു ഒരു പുല്ല് പോലുണ്ടായിരുന്നില്ല എന്നാണ്, ഒരു പച്ചപ്പ് പോലുണ്ടായിരുന്നില്ല എന്നാണ്. അവിടെ ഉപേക്ഷിച്ചു പോരുമ്പോ ഇബ്രാഹിം തകർത്ത ഹൃദയവുമായി തിരിച്ചു നടക്കുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തുനിഞ്ഞില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളിൽ കാണാം. പല വിളികളും വിളിച്ചു, പക്ഷേ പ്രിയതമയെ തിരിച്ചു നോക്കിയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു. ഒടുവിൽ അള്ളാഹു കൽപ്പിച്ചതാണോ? ആ അള്ളാഹു അമറക ബിഹാദ, അള്ളാഹു കൽപ്പിച്ച കാര്യമാണോ? അത് പറഞ്ഞപ്പോ ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയെന്നും അതെ എന്ന് മറുപടി പറഞ്ഞപ്പോ ഹാജർ അലൈഹിസ്സലാം പറഞ്ഞു, ഇദൻ ലാ യുദയ്യിഉനാ, അള്ളാഹ് ഞങ്ങളെ കൈവടിയൂല, അള്ളാഹ് ഞങ്ങളോടൊപ്പം ഉണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും റബ്ബുണ്ടല്ലോ. അതായിരുന്നു സഫാ മർവ മലഞ്ചെരുവുകളിൽ, ആ ഒരു കുന്നുകളിൽ അവരിങ്ങനെ ഒരു വള്ളത്തിന് വേണ്ടി ഓടി നടന്നത്.
അള്ളാഹുവിന്റെ സഹായം അതെവിടെ നിന്നെങ്കിലും ലഭ്യമാകും. അതിന്റെ ഉറവിടം അതങ്ങ് പരന്നൊഴുകുമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാഗരികതയുടെ ഒരു പിതാവായി അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇബ്രാഹിം ഞങ്ങളാണ്. കാരണം ഇബ്രാഹിമിനെ കൊണ്ടാണ് ഇന്ന് ലക്ഷോപലക്ഷം ഹാജിമാർ അവിടെ തിങ്ങിക്കൂടിയത്. ആ നാടിന്റെ സമൃദ്ധി, ആ നാടിന്റെ നാഗരികത, ആ നാടിന്റെ സൗന്ദര്യം, ആ നാടിന്റെ വിശുദ്ധി. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ ഈമാനിന്റെ, തവക്കുലിന്റെ, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച ആ തൗഹീദിന്റെ ഏറ്റവും നല്ല ഇസ്സത്തായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഇസ്സത്ത് അള്ളാഹു നമുക്ക് സമ്മാനിക്കും, അള്ളാഹു അത് നമുക്ക് നൽകും. തൗഹീദിനെ ഏറ്റവും നല്ല നിലക്ക് മുറുകെ പിടിച്ച് ജീവിക്കുന്നിടത്തോളം അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ ഉണ്ടാകും. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈദുൽ ഹിജ്ജ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ ഒരുപാട് അമലുകൾ വളരെ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും കുറിച്ചിടണം. മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പെരുന്നാൾ തീരുന്നില്ല. ആ പെരുന്നാൾ എന്ന് പറയുന്നത് ഇബാദത്താണ്. കുടുംബ ബന്ധങ്ങളെ ചേർക്കണം, അല്ലെ? തകർന്നുപോയ ബന്ധങ്ങൾ ഉണ്ടാകും. പല വാക്കിന്റെ പേരിൽ, എന്തെങ്കിലും ഒരു നോട്ടത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു വാട്സപ്പ് മെസ്സേജിന്റെ പേരിൽ, പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ സംഭവിക്കുന്ന പല ബന്ധങ്ങളും ശിഥിലങ്ങളായത് കൂട്ടിയിണക്കാനുള്ള നിമിഷങ്ങളാകണം പെരുന്നാൾ എന്ന് പറയുന്നത്. വിദ്വേഷങ്ങൾ പാടില്ല, പക പാടില്ല, ആരോടും വെറുപ്പ് പാടില്ല. ഏറ്റവും നല്ല ഹൃദയ വിശാലതയിൽ ആളുകളെ സമീപിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. പെരുന്നാളിന്റെ ദിവസം അള്ളാന്റെ പ്രവാചകൻ സ്ത്രീകളുടെ ഭാഗത്തേക്ക് കടന്നു ചെന്ന് പ്രത്യേകം ഉപദേശിക്കാറുണ്ടായിരുന്നുവെന്നാൽ അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ധർമ്മം ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കാരണം നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് നിങ്ങളെയാണെന്ന് പറയുമ്പോൾ അള്ളാന്റെ പ്രവാചകൻ പുരുഷന്മാർ ഉപദേശിച്ചതിന് ശേഷം കേൾക്കാത്തത് കൊണ്ട് അവിടെ പോയി ഉപദേശിച്ചതാണ്. ദാനധർമ്മങ്ങൾ നല്ല അമലാണ്. അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള, ഇമാം അബൂ ഹനീഫയെ പോലുള്ള ഫുഖഹാക്കൾ അഭിപ്രായപ്പെട്ടു, തതവ്വുആയ ഹജ്ജിനെക്കാളും, ഹജ്ജിന്റെ മഹത്വം പറഞ്ഞ് ഹജ്ജിനെ കൊതിക്കുന്നവരാണ് നമ്മൾ, ആ ഹജ്ജിനെക്കാളും തതവ്വുആയ ഐച്ഛികമായ ഹജ്ജിനെക്കാളും ഏറെ ശ്രേഷ്ഠകരമാണ് അത്രേ സദഖ എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത്. ദിവസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അതിനെ നിർവഹിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള ബന്ധം നന്നാക്കുക. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും നല്ല സാമീപ്യം മാതാപിതാക്കളോടുള്ള പുണ്യം ചെയ്യലാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. പ്രവാചക അധ്യാപനങ്ങൾ ധാരാളം അതിൽ നമുക്ക് ചേർത്ത് വായിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഇഷ്ടം അത് നേടിയെടുക്കാൻ ഈ ദിവസങ്ങളിൽ പരമാവധി ഞാനും നിങ്ങളും പണിയെടുക്കുക. പാവപ്പെട്ടവരെ പരിഗണിക്കുക, കുടുംബക്കാരെ പരിഗണിക്കുക. അള്ളാഹു നമ്മുടെ ചിന്തകളെ അവനെ ഓർമ്മിക്കുന്ന തലങ്ങളിൽ അള്ളാഹു നമ്മളെ നിലനിർത്തി പെരുമാറാവട്ടെ. ഒരുപാട് വേദനകൾ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. മുസ്ലിമീങ്ങൾ പലരും ലിബിയയിലും ഫലസ്തീനിലും യമനിലുമെല്ലാം, അതുപോലെ തന്നെ നമുക്കറിയാത്ത പല നാടുകളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന, മുസ്ലിമായതിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെട്ടതുകൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ പേരിൽ അറിയപ്പെട്ടതുകൊണ്ട് ആളുകളുടെ വഞ്ചനകൾക്കും ചതിക്കും അടിപ്പെട്ട് കഴിയേണ്ടി വരുന്ന പട്ടിണി പാവങ്ങൾ. നമ്മൾ ഒന്ന് സുഭിക്ഷരാകുമ്പോൾ, പുതുവസ്ത്രങ്ങളിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുമ്പോൾ അള്ളാഹുവിലേക്ക് ഒരു പ്രാർത്ഥന ഉയരണം. അവർക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല റഹ്മത്ത് ചെയ്യാനുള്ള പ്രാർത്ഥനകൾ. മരണപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനകൾ അവർക്ക് സമ്മാനിക്കുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ധർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ആരാധനകൾ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ റബ്ബേ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ റബ്ബേ നീ ഞങ്ങൾക്ക് ആശ്വാസങ്ങൾ റബ്ബേ പ്രദാനം ചെയ്യണേ. അള്ളാഹു ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ റബ്ബേ നീ പൂർത്തീകരിക്കണേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ റബ്ബേ നീ അകറ്റി കൊടുക്കണേ. ആശ്വാസവും സമാധാനവും അവരുടെ കുടുംബങ്ങളിൽ റബ്ബേ നീ പെയ്തിറക്കണേ. അള്ളാഹുവേ, ഏറ്റവും നല്ല മുഅ്മിനീങ്ങളിൽ, ഏറ്റവും നല്ല മുവഹിദീങ്ങളിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹുവെ നീ നന്മകൾ പ്രദാനം ചെയ്യണേ. ഈ രാജ്യത്തെ അള്ളാഹുവെ എല്ലാവിധ അഭിവൃദ്ധിയും സമൃദ്ധിയും റബ്ബേ നീ പ്രദാനം ചെയ്യണേ. അള്ളാഹുവെ, ഇതുപോലത്തെ സൗകര്യങ്ങൾ ഒരുക്കി തരാൻ ഒരുപാട് പരിശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകരായാലും, അതുപോലെ തന്നെ ഈ ഒരു സദസ്സ് നമുക്ക് ഒരുക്കി തരുവാൻ ഇതിന് മനസ്സ് വെച്ച, സന്മനസ് കാണിച്ച ഇതിന്റെ അധികാരികളായാലും ഇതിന്റെ പ്രവർത്തകരായാലും നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരിടം നമ്മൾ അവർക്കും സമ്മാനിക്കുക. അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുവാനാവട്ടെ. ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, ഈ നാടിൽ, നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഹജ്ജ് ഉദ്ദേശിച്ചു പോയ ആളുകൾക്ക് അള്ളാഹുവെ ഏറ്റവും നല്ല സുരക്ഷിതരായി മടങ്ങി വരുവാനുള്ള,
ഹജ്ജ് സ്വീകാര്യമായ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, ഇസ്ലാമിന് നേരെ കടന്നു വരുന്ന എല്ലാവിധ ദുഷ്പ്രചരണങ്ങളിലും അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ. അതിന് മറുപടി പറയുന്ന നല്ല പണ്ഡിതന്മാരെ റബ്ബേ നീ ഞങ്ങൾക്ക് സമ്മാനിക്കണേ. അള്ളാഹു ഞങ്ങൾ ഗുരുനാഥന്മാർക്ക് ദീർഘായുസ് നൽകണേ, അവർക്ക് നന്മകൾ നൽകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ وتوفنا مع الأبرار. اللهم ربنا احفظ أوطاننا وأعز سلطاننا وأيده بالحق يا رب العالمين. اللهم أسبغ عليه نعمتك وأيده بنور رحمتك وحكمتك وسدده بتوفيقك واحفظ بعين رعايتك. اللهم اغفر لنا وكفر عنا سيئاتنا وتوفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا. والسلام عليكم ورحمة الله.